നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 നവംബർ 22 ഉച്ചയ്ക്ക് 2 PM നറുക്കെടുക്കുന്ന പൂജ ബമ്പർ 12 കോടി BR 106 നമ്പർ, അത് മിഥുനം രാശിക്ക് തന്നെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പൊതുവായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൽ മിഥുനം രാശിക്ക് തന്നെയാണ് ഞങ്ങൾ ഒന്നാം സമ്മാനം അടിക്കാനുള്ള സാധ്യത പരമാവധി കൽപ്പിച്ചിരിക്കുന്നത്. അത് ജ്യോതിഷപരമായിട്ട് ആ ദിവസം മിഥുനം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. ഈ മിഥുനം രാശിക്ക് ഈ നറുക്കെടുപ്പ് ദിവസം ഉച്ചയ്ക്ക് 2 PM ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ട് ഗ്രഹങ്ങൾ നിൽക്കുകയാണ്. 8 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. പിന്നെ അതിൻ്റെ ഭാഗ്യ നമ്പറുകൾ അന്നത്തെ ദിവസം, അതായത് നവംബർ 22, 2025 എന്നുള്ള ആ ദിവസത്തെ ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ പ്രാധാന്യമുള്ള 2 നമ്പറുകളാണ് 4 ഉം 2. അതായത് ഈ പൂജാ ബമ്പറിൻ്റെ നറുക്കെടുക്കുന്ന ദിവസം ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 6, 4, 2. ഈ 3 നമ്പറുകൾക്ക് ഞങ്ങൾ തുല്യ പ്രാധാന്യം നൽകുന്നു. അപ്പോൾ ഈ നമ്പറുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളെടുക്കുന്ന ടിക്കറ്റിൻ്റെ ആദ്യം വരുന്ന നമ്പർ ആയാൽ ഭാഗ്യം കൂടുതലാണ്. അതുപോലെ തന്നെ അവസാനത്തെ നമ്പരും ഈ ആദ്യത്തെ നമ്പർ തന്നെ ആവാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ഓണം ബമ്പറിന് ഞങ്ങൾ 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓണം ബമ്പറിൻ്റെ ഒന്നാം സമ്മാനം അടിച്ച ലോട്ടറിയുടെ നമ്പർ നിങ്ങൾക്കറിയാം. അതിൻ്റെ തുടക്കം 5, അവസാനവും 5. ഓക്കെ, ഞങ്ങളുടെ പ്രഡിക്ഷൻ ശരിയായി. അതായത് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ അന്നത്തെ ദിവസം 5 അത് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഒക്ടോബർ 4 അത് മാറ്റിയിരുന്നു. ആദ്യം സെപ്റ്റംബറിലായിരുന്നു അതിൻ്റെ നറുക്കെടുപ്പ്. അത് പിന്നെ ഒക്ടോബർ 4 മറ്റോ മാറ്റി. അപ്പോൾ ഭാഗ്യസംഖ്യകളെല്ലാം മാറി മറിഞ്ഞു. അപ്പോൾ അന്നത്തെ ദിവസം ഓണം ബമ്പറിൻ്റെ ഒക്ടോബർ 4 മറ്റോ ആ ഡേറ്റിൽ 5 ഞങ്ങൾ പറഞ്ഞിരുന്ന ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. അത് തന്നെ 100% ഞങ്ങളുടെ പ്രഡിക്ഷൻ ശരിയായി. എനിവേ, ഇവിടെ 6, 4, 2 ഈ 3 സംഖ്യകൾക്കും തുല്യ പ്രാധാന്യമാണ് ഞങ്ങൾ നൽകുന്നത്. അത് വെറുതെ അങ്ങ് കണക്കൂട്ടിയൊന്നുമല്ല പറയുന്നത്, കണക്കില്ലാതെ ചുമ്മാ പറയുകയല്ല, മറിച്ച് 22/11/2025 ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടി ഒറ്റ സംഖ്യ ആക്കുമ്പോൾ 6 വരുന്നത്. അത് കൂടാതെ 4 ഞങ്ങൾ പറയുന്നത് അന്നത്തെ ദിവസം 22. അപ്പോൾ 2, 2, 4. അത് കൂടാതെ 2 ഇവിടെ 4 തവണ ആവർത്തിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, 2 മണിക്കാണ്, ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുക്കുന്നത്. അപ്പോൾ 2നും പ്രാധാന്യം. അപ്പോൾ അങ്ങനെ 6, 4, 2 ഈ 3 ഭാഗ്യസംഖ്യകളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഈ നമ്പറുകളൊക്കെ ഇടകലർന്ന് പരമാവധി വരുന്നത് എടുക്കുക. പിന്നെ തീർച്ചയായിട്ടും 1 സാധ്യതയുണ്ട്, 9, 8, 5 സാധ്യതയുണ്ട്. പക്ഷെ അതൊക്കെ 2ാം നിര ഭാഗ്യ നമ്പറുകളാണ്. മുൻനിര ഭാഗ്യ നമ്പറുകൾ ഞങ്ങൾ പറയുന്നത് 6 ഏറ്റവും പ്രധാനം, 4, 2. ഈ ദിവസം മിഥുനം രാശിക്ക് 8 ഗ്രഹങ്ങൾ ഉണ്ടെന്ന് അനുകൂലമാണെന്ന് ഞാൻ പറഞ്ഞു. പ്രതികൂലമായിട്ട് നിൽക്കുന്ന, ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ശനിയാണ്. അത് ഇവരുടെ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു. അത് കുറേയൊക്കെ അനുകൂലമൊക്കെ തന്നെ, കണ്ടകശനി എന്നൊക്കെ പറയുന്നെങ്കിലും അത് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ശനിക്ക് കുറച്ചൊക്കെ അനുഗ്രഹം തരാൻ പറ്റും. പക്ഷേ ബാക്കി 8 ഗ്രഹങ്ങളും അന്നത്തെ ദിവസം
22/11/2025 ഉച്ചയ്ക്ക് 2 മണിക്ക് മിഥുനം രാശിക്ക് 8 ഗ്രഹങ്ങൾ അനുകൂലമാണ്. ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം. വ്യാഴം 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത്, 3ാം ഭാവത്തിൽ ശിഖി, അതുകൊണ്ട് തന്നെ 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് സർപ്പം. ഈ സർപ്പവും ശിഖിയും ഒക്കെ ചേർന്നാണ് ഈ ഭാഗ്യപരീക്ഷണങ്ങളിൽ, പ്രത്യേകിച്ച് ലോട്ടറിയിലൊക്കെ ഭാഗ്യം കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഇവർക്ക് അനുകൂലമാണ്. പിന്നെ 5ാം ഭാവത്തിൽ ശുക്രൻ അനുകൂലമാണ്. പിന്നെ 6ാം ഭാവത്തിൽ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ. ശത്രുക്കൾ നിഷ്പ്രഭരാകും. 6ാം ഭാവം സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാ? ശത്രു, രോഗം, കടം ഒക്കെയാണ്. അപ്പോൾ 6ാം ഭാവത്തിൽ 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വന്നപ്പോൾ ശത്രുക്കൾ തകരും, രോഗങ്ങൾ ശമിക്കും, കടം കുറയും. അല്ലെങ്കിൽ 12 കോടി അടിച്ച് മുഴുവൻ കടവും തീർന്ന് നിങ്ങൾ ബാങ്ക് ബാലൻസുമായിട്ട് പിന്നെ ഇവിടെ അങ്ങ് നിൽക്കത്തില്ലല്ലോ. കേരളത്തിൽ നിന്ന് വിട്ട് ഇന്ത്യ തന്നെ കളഞ്ഞിട്ട് പല വിദേശ രാജ്യങ്ങളിലൊക്കെ ഉല്ലാസയാത്രയ്ക്കൊക്കെ പോവാം. അതിനുള്ള ഭാഗ്യം മിഥുനം രാശിക്കാണ് സാധ്യത കൂടുതൽ. 1ാം സ്ഥാനം ഞങ്ങൾ നൽകുന്നത് മിഥുനം രാശിക്ക് തന്നെ. പിന്നെ കന്യരാശിക്കും തുലാം രാശിക്കും ആണെന്ന് തോന്നുന്നു ഞാൻ മറ്റേ മെയിൻ വീഡിയോയിൽ പറഞ്ഞത്. അതായത് പൂജാ ബമ്പർ ഏത് രാശിക്കെന്നും പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിനകത്ത് മിഥുനം രാശിക്ക് 1ാം സ്ഥാനം, പിന്നെ 2ാം സ്ഥാനം കന്യരാശിക്കാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത്. പിന്നെ അത് ഇപ്പോൾ ഈ പറഞ്ഞ മിഥുനം രാശിയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അതൊന്നും നോക്കിയില്ല. അപ്പോൾ മിഥുനം രാശിക്കാർക്ക് കോടികളുടെ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ലോട്ടറി തന്നെ ഈ പറഞ്ഞ കണക്ക് ലോട്ടറി അടിച്ചില്ലെങ്കിൽ പോലും ഈ ദിവസം നിങ്ങൾക്ക് പലതരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വരും. പണം മാത്രമല്ല, സമ്പത്തെന്ന് പറയുന്നത് പല രീതിയിൽ സമ്പത്ത് വരും. അപ്പോൾ അതിനുള്ള സാധ്യതകൾ ഇവിടെ പരമാവധിയാണ്. ശരിക്കും പറഞ്ഞാൽ മിഥുനം രാശിക്ക് ഈ നവംബർ മാസം അടിപൊളി മാസമായിരിക്കും. എന്തായാലും അത് മെയിനായിട്ടുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം ഇവരുടെ ധനസ്ഥാനത്ത് നിൽക്കുകയാണ് ഡിസംബർ 5 വരെ. അതിനുശേഷം ജന്മത്തിലൊക്കെ വീണ്ടും പോവും. എനിവേ, സംഭവം ഇതാണ് വിഷയം. പൂജാ ബമ്പർ 12 കോടി മിഥുനം രാശിക്കാരനായ ഒരാൾക്കായിരിക്കും 1ാം സമ്മാനം അടിക്കുക. 12 കോടി അത് എല്ലാവർക്കും. പിന്നെ നിങ്ങൾ പൂജാ ബമ്പറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്തേക്കുന്ന പ്രധാന വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ലഭിക്കും. നിശ്ചയമായിട്ടും മിഥുനം രാശിക്കാർക്ക് മാത്രമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുകയാണ്. എന്തായാലും ഇവരെല്ലാവരും തന്നെ പൂജാ ബമ്പറിൻ്റെ മെയിൻ വീഡിയോ നിർബന്ധമായിട്ട് കാണുക. അതിനകത്ത് നിരവധി കാര്യങ്ങൾ വേറെയും പറയുന്നുണ്ട്. ഓക്കെ, മിഥുനം രാശിക്കാർക്ക് മാത്രമല്ല, വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത നേട്ടങ്ങൾ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നമസ്കാരം, ശുഭദിനം.